ഹലോ, ഇന്ന് നമ്മൾ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒതൻറ്റിക് സ്റ്റൈലിലൊരു ബിരിയാണി മസാലയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്കിത് ഏത് ബിരിയാണിയുടെ കൂടെ ചേർക്കാനായിട്ട് പറ്റും. 1-2 ടേബിൾ സ്പൂൺ ചേർത്താൽ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉമ്മ തയ്യാറാക്കിയിട്ടുള്ളൊരു റെസിപ്പി പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് കുറേ കാലം കേടാകാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒതൻറ്റിക് ആയിട്ടുള്ള ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ 1/2 കപ്പ് സാജീരകമാണ് എടുത്തേക്കുന്നത്. കാരവേ സീഡ് എന്ന് പറയും. ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ടാകും. സാജീരകത്തിൻ്റെ അളവിലാണ് ബാക്കി ഇൻഗ്രീഡിയൻസുകളെല്ലാം നമ്മൾ എടുക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ ഷോപ്പിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ അളവിന് വേണം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം സാജീരകം 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം പട്ടയാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഏലക്ക വേണം. 4-5 ജാതിപത്രിയാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. സ്റ്റാർ അനീസ് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് വേണ്ടത് 2 ജാതിക്കയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗ്രാമ്പൂ എടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് 3 ബേ ലീഫാണ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ബിരിയാണി മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ മസാലകൾ തയ്യാറാക്കുമ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ തയ്യാറാക്കി വെക്കാവൂ. ഒരുപാട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മസാലയുടെ ഗുണം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മളെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് നമ്മൾ ചൂടാക്കി എടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസാലയുടെ ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ മസാലക്കൂട്ട് ചൂടായി വരുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇത് നമ്മുടെ മസാല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. മസാലക്കൂട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഞാൻ മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് മിക്സിയുടെ ജാറ് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ചെറിയൊരു ഈർപ്പത്തിൻ്റെ നനവുണ്ടെങ്കിലും നമ്മൾ തയ്യാറാക്കി വെക്കുന്ന മസാല പെട്ടെന്ന് ചീത്തയായി പോകും. ഞാനിപ്പോൾ നല്ലതുപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു മസാല തയ്യാറാക്കുന്ന സമയത്ത് കിച്ചണിലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു മസാല തയ്യാറാക്കി നോക്കണം. പ്രത്യേകിച്ചും ബിരിയാണി ലവർ ആണെന്നുണ്ടെങ്കിൽ. അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന തരികൾ നമ്മൾ 1-2 പ്രാവശ്യം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ച് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഒട്ടും തന്നെ തരികളില്ലാത്ത നല്ല ഒതൻറ്റിക് സ്റ്റൈലുള്ള ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാം. സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന ബോട്ടിലും ഒട്ടും തന്നെ ഈർപ്പത്തിൻ്റെ നനവ് ഉണ്ടാകരുത് കേട്ടോ. നമ്മൾ ഡെയിലി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബോട്ടിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന മസാല നമ്മൾ ഒരു പോളിത്തീൻ കവറിലാക്കി നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവസാനത്തെ സ്പൂൺ മസാല എടുക്കുന്നത് വരെയും ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ ആ ഒരു മസാലക്കൂട്ടിലുണ്ടാവും. അതുപോലെ നമ്മുടെ മസാല പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല. അപ്പോൾ നമ്മുടെ ഒതൻറ്റിക് സ്റ്റൈലിലുള്ള ഈ ഒരു മസാല ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുതേ. ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പം വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.